സുജിത്തിന്റെ ചോദ്യം ഇതായിരുന്നു. അന്ന് സുജിത്തിന്റെ സുഹൃത്തുക്കളെ പോലീസ് അവരുമായിട്ട് തർക്കിച്ചു നിൽക്കുന്ന സമയത്താണ് സുജിത്ത് അവിടേക്ക് വരുന്നത്. അതിനുശേഷം സംഭവിച്ചത് എന്താണ്? 2 വർഷങ്ങൾക്ക് മുമ്പ്. സംഭവിച്ചത് അന്ന് ഞാനൊരു അമ്പലത്തിലെ മേൽശാന്തിയാണ്. അപ്പോൾ അന്ന് വൈകിട്ടുള്ള അന്നൊരു പ്രതിഷ്ഠാദിനം ഉണ്ടായിരുന്നു അമ്പലത്തിലെ. പ്രതിഷ്ഠാദിനം കഴിഞ്ഞിട്ട് ഞാനൊരു 10:30 കഴിയുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വരണത്. വീട്ടിലേക്ക് വന്ന് അവർ വിഷ്വൽസ് ഇങ്ങനെ പൂരത്തിൻ്റെ വിഷ്വൽസൊക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ക്ലബിനോടേക്ക് പോയി. വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ക്ലബ്ബ്. അവിടേക്ക് പോയി ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ ഒരു 11 മണിക്ക് ശേഷം ഞാൻ അവിടെ നിന്ന് പോരുന്നത്. ഭക്ഷണം വരാനും കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്, ആ സമയമായി കാരണം. അപ്പോൾ അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് ഇറങ്ങോട് കൂടിയിട്ടാണ് ഈ പോലീസ് അവിടെ വരണത്. അപ്പോൾ എന്താ വിട്ടിരിക്കുന്നത്, എന്താണ് കാര്യം, ഒരു തെറി വിളിച്ചുകൊണ്ട് ഒരു മാറിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സമീപനമാണ് കുട്ടികളുടെ അടുത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഞാനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടപെടാറുള്ളത്. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ക്ലബിലിരിക്കുകയായിരുന്നു അല്ലേ? അവിടെ മദ്യപാനം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ക്ലബിന്റെ പുറത്ത് റോഡ് സൈഡിലായിട്ട് തന്നെ ഇരുന്നിരുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ് ക്ലബിന്റെ പുറത്ത് ഒരു വരാന്തൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നിരുന്നത്. റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ട്, പക്ഷേ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരം ഉണ്ടായത്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു. നീ ആരോടാ ചോദിച്ചു. ഞാൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്, അതുപോലെ ഇവിടെ ക്ലബിൻ്റെ പ്രസിഡന്റാണ്, എനിക്കത് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞു. നീ വലിയ നേതാവ് വിളിക്കുന്നു വേണ്ട, എൻ്റെ കോളറിൻ്റെ കയറി പിടിച്ചു. അന്ന് എൻ്റെ ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഷർട്ടായിരുന്നു. അങ്ങനെ ചുട്ടുകൂട്ടി പിടിച്ചപ്പോൾ ഞാൻ എന്തിനു ഷർട്ട് ചുട്ടി പിടിക്കണേ, എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ അവൾ ഒരു പ്രഷറായിട്ടാണ്, നീ വലിയ നേതാവ് കളിക്കണ്ട വെച്ചിട്ട് കയറാൻ ജീപ്പിൽ പറഞ്ഞു. ഞാൻ കയറേണ്ട കാര്യമില്ല, സ്വാഭാവികമായിട്ട് ഞാൻ കയറേണ്ട കാര്യമില്ല, വളരെ നിസ്സായിട്ടുള്ള കാര്യം വലിയ രീതിയിൽ കരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നീ കേരളം വന്നിട്ട് ഉന്തി തള്ളിയിട്ട് നേരെ പോലീസിനോട് ചോദ്യം ചോദിക്കും, നീ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരക്ക് വിളിച്ചുകൊണ്ട് തന്നെ ജീപ്പിൽ കയറ്റി. അപ്പോൾ ഡ്രൈവറും കൂടി വന്നിട്ട് ബലമായിട്ടാണ് കയറ്റും. സംബന്ധം ഞാൻ പരമാവധി ഇങ്ങനെ വേണ്ട ഇതെന്നൊക്കെ പറയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവർ നല്ല ബലം പ്രയോഗിച്ചിട്ട് തന്നെ ജീപ്പിൽ കയറ്റിയിട്ട് സ്റ്റേഷനിലേക്ക് എത്തനായിട്ടും ഒരു 20 മീറ്റർ മുന്നേക്കായിട്ട് അവിടുത്തെ പോലീസ് GD ചാർജ് ഉണ്ടായിരുന്ന ശശിധരൻ സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്നിട്ട് എന്നോട് നീ ആണല്ലോ എന്ന് ചോദിച്ചു. എനിക്ക് ആളെ പരിചയമുണ്ട്, സ്റ്റേഷനിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരുവിധം അവിടുത്തെ കുന്നോളം കുറേ കാലം പരിചയമുള്ള ആൾക്കാർക്ക് ഒരുവിധം നമ്മളെ അറിയാം. സമരങ്ങൾ എടുത്തിട്ടായാലും സ്ട്രൈക്കുകൾ എടുത്തിട്ടായാലും ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേസുകളൊക്കെ വരുന്നതാണ് ഓരോ സ്ട്രൈക്ക് എടുക്കുമ്പോഴും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അറിയാം. പിന്നെ ഈ നുഹ്മാൻ സാറ്, അന്നത്തെ SI ഉണ്ടായിരുന്ന നുഹ്മാൻ സാറ് ബാക്ക് ഡോർ തുറന്നു കൊടുത്തിട്ടാണ് എന്നെ സംസാരിച്ചിരുന്നത്. അതിൻ്റെ ശശിധരൻ സാറ് പെരടിമിക്ക് അടിച്ചിട്ട് നീ കയറി വായും പോലീസ് സ്റ്റേഷനിലേക്ക് ജീപ്പ് എത്തുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്ന ശശിധരൻ പുറത്തു നിന്ന് അകത്തിരുന്ന സുജിത്തിനെ ആദ്യം അടിക്കുന്നു അല്ലേ? അതെ. ബാക്ക് ഡോർ തുറന്നു കൊടുത്തത് അന്നത്തെ ഈ SI ആണ്, നുഹ്മാൻ സാറ്. എന്നിട്ട് അടിക്കുന്നു. എന്നിട്ട് നീ അതിക്ക് വായോ തരണ്ടേന്ന് പറഞ്ഞു ശശിധരൻ. അതോടെ കുറേ കാലമായിട്ട് ഉള്ളൊരു ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എന്ന് പറഞ്ഞിട്ട്. കുന്നോളം ഒക്കെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മൾ ഇതേ കാര്യം എൻക്വയറി റിപ്പോർട്ടിൽ ശരിവെച്ചിട്ടുണ്ട് എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. സുജിത്ത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും കളവില്ല എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല. സേതു KC അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമനുസരിച്ച് ഈ ശശിധരൻ ഈ പരാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അത് സംഭവിക്കാൻ സാധ്യതയുള്ളതിനാണ് ശശിധരൻ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് പരാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇനി സുജിത്തിന് തുടരാം. സുജിത്ത്, അപ്പം ശശിധരൻ അടിച്ചു, അതിനുശേഷം സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അല്ലേ? അതെ. സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ സന്ദീപാണ് എന്നെ ആദ്യം, അതായത് അവിടുത്തെ
എന്താ പറയുക കോൺസ്റ്റബിൾ ആയിട്ടുള്ള സന്ദീപിന് എന്നെ നല്ല രീതിയിലുള്ള പരിചയം വെച്ചാൽ സ്നേഹത്തിനുള്ള പരിചയമല്ല, നമ്മളൊരു രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഏതാണ് എൻ്റെ വർഗീസ് ഞങ്ങളൊരു ടീം വർക്ക് എന്താണ് വെച്ചാൽ അത്രയും നല്ല അറിയുന്ന അവരിനായിട്ടും നല്ല ഒരു കണക്ഷൻ ഒരു അറിവുള്ള ഒരു ആളായിരുന്നു സന്ദീപ് ഇപ്പോൾ നീയാണുണ്ടാന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനും കൂടെ ഇറങ്ങി വന്നിട്ട് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് നേരെ കൊണ്ടുപോകുന്നതും ആദ്യത്തെ അടി സന്ദീപ് അടിക്കുന്നു. ആ അടി എന്ന് പറഞ്ഞാൽ നല്ല പവർ അടിയായിരുന്നു. ആ അടിയിലാണ് ശരിക്കും ഞാൻ ശരിക്കും ഇരുന്നു ഞാൻ.